മോദിയുടെ ആ വരക്കം പൊളിച്ചു. സംഘപരിവാർ ഇപ്പോൾ സൂപ്പർ ഫോമിലാണ്. ശബരിമല തീർത്ഥാടനത്തിന് ശേഷവും യുവതീ പ്രവേശന വിഷയം കൂടുതൽ രൂക്ഷമായി നിലനിർത്താൻ സംഘപരിവാർ സംഘടനകൾ പദ്ധതി തയ്യാറാക്കി. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിഷയം സജീവമാക്കുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിലും ഡൽഹിയിലും മറ്റ് സംഘടനകളും വിഷയം ഉന്നയിച്ച് രംഗത്ത് വരും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തരെയും സന്യാസിമാരെയും സംസ്ഥാനത്തെത്തിച്ച വലിയ മുന്നേറ്റങ്ങൾ സംഘടിപ്പിക്കാനും ആലോചനയുണ്ട്. ഇനിയുള്ള കളികൾക്ക് അമൃതാനന്ദമയിയെ തന്നെ രംഗത്തിറക്കും. ഈ മാസം 20-ന് തിരുവനന്തപുരത്ത് ലക്ഷക്കണക്കിന് ഭക്തരെ അണിനിരത്തുന്ന പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ മാതാ അമൃതാനന്ദമയി, ബാബ രാംദേവ്, ശ്രീ ശ്രീ രവിശങ്കർ, കാഞ്ചി മഠാധിപതി തുടങ്ങി നിരവധി ആത്മീയാചാര്യന്മാരും സമുദായ നേതാക്കളും പങ്കെടുക്കും. 19-ന് ഡൽഹിയിൽ വിപുലമായ സെമിനാറും സംഘടിപ്പിക്കും. സൗത്ത് ഇന്ത്യൻ സ്റ്റഡീസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. ഇതോടെ രംഗം കൊഴുക്കുമെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രീയമായി ഒരു വശത്ത് CPM പ്രതിരോധം തീർക്കുന്നുവെങ്കിലും പാർട്ടിയിൽ തന്നെ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് മറനീക്കി പുറത്തു വരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ശബരിമല വിഷയത്തിൽ ഹിന്ദുമത വിശ്വാസികൾ ഒറ്റക്കെട്ടാണെന്നും പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് സുപ്രധാന വിഷയമായിരിക്കുമെന്നും സംഘപരിവാർ പറയുന്നു. ഇനി പൊതു തെരഞ്ഞെടുപ്പിൽ CPM-നെ പാഠം പഠിപ്പിക്കാൻ വിഷയം സജീവമായി നിലനിർത്തുകയാണ് മുഖ്യ ലക്ഷ്യം. പുത്തരിക്കണ്ടം പത്രസമ്മേളനത്തിന് ശേഷവും വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് നേതാക്കൾ പറയുന്നു. ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഇടത് സർക്കാർ നടത്തുന്നതെന്ന വിപുലമായ ക്യാമ്പയിനും കേരളമൊട്ടുക്ക് സംഘടിപ്പിക്കും. ശബരിമല കേസിൽ പുനർപരിശോധനാ ഹർജിയിൽ അനുകൂലമായ വിധി വരെ പ്രക്ഷോഭ പരിപാടികൾ സജീവമായി നിലനിർത്താനാണ് തീരുമാനം. ശബരിമല വിഷയം രാജ്യത്തിന് പുറത്തേക്ക് വരെ പടർന്നിരിക്കുന്ന സാഹചര്യം കോടതിക്ക് ബോധ്യപ്പെടുമെന്നും കർമ്മസമിതി വിലയിരുത്തുന്നു. ദക്ഷിണേന്ത്യയിൽ വലിയ വികാരമാണ് ശബരിമല. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ തങ്ങൾ നേരിട്ട് ഇടപെടില്ലെങ്കിലും CPM-ന്റെ പരാജയം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വിശ്വാസികളുടെ വികാരം കാക്കുമെന്നാണ് കർമ്മസമിതി പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.